ഹലോ ഗായ്സ്, ടോക്കിംഗ് ബഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡൽഹിയിലുള്ള മ്യൂസിയം ഓഫ് ഇലൂഷനാണ്. നമ്മുടെ ഈ മ്യൂസിയം ഓഫ് ഇലൂഷൻ സ്ഥിതി ചെയ്യുന്നത് കൊണാട്ട് പ്ലേസിലെ ബി ബ്ലോക്കിലാണ്. ഏറ്റവും അടുത്ത മെട്രോ സ്റ്റേഷൻ രാജീവ് ചൗക്കാണ്. ഈ മ്യൂസിയം കാണുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും പഴയ കലാകൃതികളും പ്രതിമകളും ആകും ഇവിടെയൊക്കെ ഉള്ളതെന്ന്. പക്ഷേ ഇവിടെ കണ്ണ് കാണുന്നതും മസ്തിഷ്കം തിരിച്ചറിയുന്നതും എല്ലാം പൂർണ്ണമായ ഒരു വ്യത്യസ്തമാണ്. ഇതാണ് നമ്മുടെ ബുദ്ധിയെ തന്നെ കളിയാക്കുന്ന മ്യൂസിയം. ഇനി വാ, മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അതെ, വാ നമുക്ക് മ്യൂസിയം ഓഫ് ഇലൂഷൻ കാണാം. ഈ മ്യൂസിയം ഓഫ് ഇലൂഷൻ കാണാൻ വേണ്ടി ടിക്കറ്റ് പ്രൈസ് ഉണ്ട്. മുതിർന്നവർക്ക് 690, കുട്ടികൾക്ക് 590. പിന്നെ നമ്മൾ ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടും. നല്ല ഫ്രണ്ട്ലി ആയ സ്റ്റാഫുകളാണ് അവിടെയുള്ളത്. അവർ നയിക്കുന്ന വഴിയിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. നമ്മളൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. യെസ് ഗൈസ്, അപ്പോൾ ഇല്യൂഷൻ്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കയറി കഴിയുമ്പോൾ നമ്മളൊരു ഗൈഡ് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പം നമ്മളുടെ ഗൈഡ് ആദ്യം തന്നെ വഴിതെറ്റിപ്പോയി, പക്ഷെ നമ്മൾ നേരായ വഴിയിലേക്ക് നയിച്ചിരിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഇല്യൂഷനാണ്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ അതൊക്കെ അവർ മനസ്സിലാക്കി എന്തൊക്കെയാണ് അതിൻ്റെ തീം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ. ആദ്യം തന്നെ ഇല്യൂഷൻ ഓട്ടോ തല തിരിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ, ഓട്ടോ തല തിരിഞ്ഞിരിക്കുന്നു. അതെ, അതായത് ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു? ഓട്ടോ പൊക്കി തോന്നുന്നു. ഞാൻ ഓട്ടോ പൊക്കി പിടിച്ചതായിട്ട് തോന്നണല്ലേ? ഉറപ്പായിട്ടും തോന്നുന്നു. ബാഹുബലി. പക്ഷെ നോർമലി ആ ഓട്ടോ താഴെ തന്നെയാണ് ഇരിക്കണത്, മോളൊട്ടിച്ച് വെച്ചേക്കല്ല. അതെ, അത് മേളിൽ തൂക്കിയിട്ടേക്കുന്നതാ. ഇനി അടുത്ത ഇല്യൂഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ട, ഇവിടെ കയറി കഴിയുമ്പം കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. എങ്കിലും അവർ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നീട് അതിലേക്ക് കയറി കണ്ട ഇതേപോലെ ചരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നീ ഓർക്കുന്നില്ലേ ഈ ചരിഞ്ഞ് നിൽക്കുന്നത്? നീയല്ലേ? അതെ അതെ, കണ്ട, അതെ പുറകെ ഞാൻ ഇങ്ങനെ വരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ ഇല്യൂഷനാണിത്. നമ്മൾ നോർമൽ ഫ്ലാറ്റ് ആയിട്ട് തറയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതെ, ഇനിയിപ്പോൾ നമ്മൾ ഗ്രിഡ് ഇല്യൂഷൻ ആണ് കാണുന്നത്. അതായത് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രിഡ് ഇല്യൂഷൻ എന്താണ്, എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ അതിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ മനസ്സിലാവുന്നത്. കുറേ നേരം നമ്മൾ തറച്ച് നോക്കിയിരുന്നു. ചിലതൊക്കെ മനസ്സിലാകും, ചിലതൊക്കെ ഉള്ളിലോട്ട് പോകുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഉള്ളിലോട്ട് പോകുന്നത് നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ഈ വീഡിയോയിൽ എന്തോരം മാത്രം അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ എഫക്റ്റ് എന്തോരം ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരു വ്യത്യസ്തത ശരിക്കും നന്നായിട്ട് ഫീൽ ചെയ്യും അല്ലേ? അതെ, നന്നായിട്ട് ഫീൽ ചെയ്യും. അതെ, നമ്മളിപ്പോൾ ഒരു കാര്യമുള്ളത് ചുമ്മാ അവിടെ ചെന്ന് നിൽക്കാതെ അത് വായിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കുറേയും കൂടി ഒരു എഫക്റ്റ് തോന്നും. അതെ, അതുകൂടാതെ ആ ലേഡി സ്റ്റാഫ് വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എങ്ങനെയാണ് ഇല്യൂഷൻസ് ഫീൽ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ തീമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. കണ്ടില്ലേ, ബൾജിങ് സ്ക്വയേഴ്സ്. അപ്പോൾ നമുക്കിങ്ങനെ ബൾജ് ചെയ്ത് വന്നതായിട്ട് തോന്നും. അതേപോലെ തന്നെ ആ ഒരു പാറ്റേണിലുള്ള 1-2 കാര്യങ്ങളൊക്കെയാണ് അവിടെ തൊട്ട് സൈഡായിട്ട് വെച്ചിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും തോന്നിയിരുന്നോ? എല്ലാം നമുക്കത് ഫീൽ ചെയ്യും, നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് വീഡിയോയിൽ അത്ര എഫക്റ്റീവ് ആയില്ലെങ്കിലും നേരിട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും, എഫക്റ്റ് ചെയ്യും. അതെ, അപ്പോൾ ഈ ആദ്യത്തെ ഇതൊക്കെ നമുക്ക് നല്ല രസമായിരുന്നു. ഇത് അത്ര ഫീൽ ആയില്ല അല്ലേ നമുക്ക്? അല്ല, എന്നാലും പക്ഷേ വീഡിയോക്ക് നമുക്കൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അതെ, ഇത് ഇനി മാസ്റ്റർ ഓഫ് നമ്പേഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇത് ഭയങ്കര എളുപ്പമാണെന്ന് തോന്നും, പിന്നീടാണ് നമ്മളെ ബ്രെയിനെ ഭയങ്കര കൺഫ്യൂസിങ് ആക്കുന്നത്. അത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആക്കുന്ന ഒരു ഫീലിംഗ് അല്ലേ? അതെ, നമുക്കിത് കണ്ടോ, അത് അകന്ന് കഴിയുമ്പോൾ നമുക്കൊരു ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ കണ്ടില്ലേ? നമ്മൾ ആ അടുത്ത് പിടിപ്പിച്ചപ്പോൾ എൻ്റർലി ഒരു ഡിഫറെന്റ് ഇമേജ് ആയിരുന്നു അല്ലേ? ഇതിൻ്റെ അകത്ത് നമുക്കൊരു മദർ നേച്ചർ, ഒരു ലേഡിയുടെ ഫേസ് അതിൻ്റെ അകത്തുണ്ട് സൈഡിൽ നിന്ന്. ആ മദർ നേച്ചർ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ദൂരേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ലേഡിയുടെ ഫേസ് തെളിഞ്ഞ് കാണാൻ പറ്റും. ആ ഒരു ഇല്യൂഷൻ അല്ലേ? അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മദർ നേച്ചർ. നട്ട്സ് ആൻഡ് ബോൾസ്, ഇതൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദിയിലും നമുക്ക് കാണാം കേട്ടോ. ഇംഗ്ലീഷും ഹിന്ദിയാണ് ഇവിടെ ഉള്ളൂ. കണ്ട, നട്ട്സ് ആൻഡ് ബോൾസ് ഇതാണ്. ഇത് നമ്മൾ ഓരോ സൈഡിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെ ഒരു ഇല്യൂഷൻ ഫീൽ ചെയ്യും. കണ്ടില്ലേ? നാച്ചുറൽ നട്ടിൻ്റെ ഒരു ഫീല് തോന്നും. ആ നാച്ചുറൽ ആയിട്ടുള്ള നട്ടിൻ്റെ ഫീല് നമുക്ക് കറക്റ്റായിട്ട് അതിലൊരു തോന്നും. അത് നേരിട്ട് അനുഭവിച്ചാലാട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഫീലിംഗ് തോന്നില്ല, അവിടെ ചെന്ന് അനുഭവിച്ചാലേ അറിയുള്ളൂ.
എക്സീഡ് യുവർ എക്സ്പെക്ടേഷൻ, യു ഷുഡ് ഡെഫിനറ്റ്ലി തിങ്ക് ഔട്ട്സൈഡ് ദി ബോക്സ്. ഔട്ട്സൈഡ് ദി ബോക്സ്. അപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ഇൻസ്ട്രക്ഷൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ടല്ലേ? അതെ, മനസ്സിലാവില്ലെങ്കിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കും. പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവണമെന്നില്ല, പക്ഷെ അത് വായിച്ചിട്ട് ചെല്ലുവാണെങ്കിൽ കണ്ടില്ലേ, അത് ആ മിറർ ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സ് എന്നുള്ളതിൻ്റെ പകുതിയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇൻഫിനിറ്റ് ആയിട്ട് താഴത്തേക്ക് പോകുന്നത് കണ്ടോ, മുകളിലേക്ക് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നു. രണ്ട് സൈഡിലും നമ്മൾ പരമാവധി ഉള്ളിലേക്കൊക്കെ ക്യാമറ കടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷേ രസമാണ്, ഒരു ത്രില്ലിംഗ് എന്നുള്ള ഒരു ഇല്യൂഷൻ രീതിയാണ് അതിൽ കാണിക്കുന്നത്. ഇതേ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സൈഡിലേക്ക് പോയാലും ഗാന്ധിജി നമ്മളെ നോക്കുന്നതായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യും, അല്ലേ? അതെ, നമ്മൾ ക്യാമറ മാറ്റുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയാം. നമ്മൾ ഇങ്ങോട്ട് വരുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു, ഗാന്ധിജി നമ്മളെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്നു, അപ്പുറത്തേക്ക് പോകുന്നു, അപ്പുറത്തേക്കും നമ്മളെ ഗാന്ധിജിയുടെ കണ്ണുകൾ നമ്മളെ വീക്ഷിച്ചുകൊണ്ട് വരുന്നു, അല്ലേ? ഇനി അടുത്തത് കണ്ട, ആ ഇല്യൂഷൻസ് കണ്ട പുറകിലുള്ളതൊക്കെ അത് ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമല്ലേടാ? അതെ അതെ, ഇത് നമ്മുടെ ചെസ്സിൻ്റെ ഒരു ഐറ്റമാണ്, അല്ലേ? അതിൻ്റെ നേരായിട്ട് നോക്കുമ്പോൾ പകുതി പകുതി കളറായിട്ടും അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുമ്പോൾ ഓരോ കളറായിട്ട് തോന്നും. പിന്നെ അടുത്തത് ഇതേ നിന്റെ അടുത്ത് നിൽക്കുന്ന കണ്ട ഇതാണ്, പക്ഷെ വടിയാണെങ്കിൽ നേരെ നേരെ, പക്ഷെ അതിലൂടെ ഒന്നും തട്ടാതെ കയറി പോകുന്നു. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യും അത് വന്ന് തട്ടും അതിൽ കൂടെ പോകൂലെന്ന്, പക്ഷെ അത് വെറും ഇല്യൂഷൻ മാത്രമാണ്. കണ്ടില്ലേ, അതിലൂടെ സുഖമായിട്ട് അത് തട്ടാതെ പോകുന്നു. ഒരു സ്ട്രെയിറ്റ് അല്ലേ, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വടിയാണ് അതിൽ കൂടെ ഒരു വളഞ്ഞ ഇതിൽ കൂടെ കയറി പോകുന്നത്. അതാണ് ഇവിടുത്തെ ഇല്യൂഷൻ. ഇനി ഇതിന്റെ തൊട്ട് മേളിലുള്ളത്തെ സംഭവം നോക്കിക്കോട്ടെ, കണ്ട് ഇതെല്ലാം കണക്റ്റഡ് ആണ്. അതെല്ലാം കണക്ട് ചെയ്ത് ഇത് ചെയ്തേക്കാണ്. പക്ഷെ അത് കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് കറങ്ങുന്ന ഒരു ഫീൽ വരും. കണ്ടില്ലേ, അത് കണക്റ്റഡ് ആയിട്ട് തോന്നൂല. ജസ്റ്റ് രണ്ടും ഇങ്ങനെ ആ കറങ്ങുന്ന ആയാസത്തിൽ വിട്ട് നിൽക്കുന്ന രണ്ട് സാധനങ്ങളായിട്ട് ഒരുമിച്ച് അത് തൊട്ട് കറങ്ങുന്ന ഫീൽ നമുക്ക് കിട്ടും. അതെ, ശരിക്കും അത് കണക്റ്റഡ് ആയിട്ടുള്ളതായ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കണക്റ്റഡ് ആണ്. പക്ഷെ കറങ്ങുമ്പോൾ നമുക്ക് ആ ഫീല് തോന്നൂല കണക്റ്റഡ് ആണെന്നുള്ളത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇൻഫിനിറ്റി വെല്ലാണ് കേട്ടോ. അത് വെച്ചാൽ നമുക്ക് ഒരു കിണർ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നീ എന്താ ഇൻഫിനിറ്റി വെല്ലിന്റെ വളരെ സാഡ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്? അതെന്താ സംഭവം, നമ്മളവിടെ പോയി എന്തോ അപ്പുറം എന്തോ കണ്ടോണ്ടേ നോക്കിയതാ, കണ്ടോ പോകുന്നുണ്ടല്ലേ? അതേപോലെ തന്നെ സ്വർഗത്തിലോട്ടും ഉണ്ട്. അപ്പൊ ഈ ഇൻഫിനിറ്റി വെല്ലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാതാളത്തിലേക്ക് ഇറങ്ങാനും സ്വർഗത്തിലേക്ക് കയറാനും പറ്റും, സുഖമായിട്ട് പറ്റും, ഒരുമിച്ച് പറ്റും. സ്റ്റെയർ കേസ് പോലെ പിടിച്ച് കയറേണ്ടി വരും. പക്ഷെ ആകെപ്പാടെ 5 കമ്പേ ഉള്ളൂ, അത് പിടിച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ കയറേണ്ടി വരും. വോർട്ടെക്സ് ടണലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതൊരു അടിപൊളിയായിരുന്നു അല്ലേ? അതെ അതെ, രസമായിരുന്നു. നോക്ക് മോനെ, ആഹാ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ അങ്ങനെ പോകുന്നു, നമ്മൾ അതിലൂടെ നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മളും കറങ്ങുന്ന പോലെയും തല കറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ അത് നേരെ സ്ട്രെയിറ്റ് ആണ്, പക്ഷെ നമുക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ചെരിയുന്ന ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്, കണ്ടോ? അതെ, കണ്ട ഇങ്ങനെ കണ്ട നമ്മളങ്ങ് ചരിഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ് ആണ് അതില്. ഈ കാണുന്ന എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കാണുന്ന 4 കോലും സംഭവങ്ങളൊക്കെ ഫസ്റ്റ് എന്താന്ന് മനസ്സിലായോ? എനിക്ക് ആദ്യം ഒരു സാധനം കത്തിയില്ല കേട്ടോ. 2 മിനിറ്റ് നോക്ക് ചേട്ടൻ, ഇപ്പൊ മനസ്സിലായോ എന്താ സംഭവം? നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലോ ഇതെന്താ സംഭവം, ഇപ്പൊ മനസ്സിലായില്ലേ എന്താ സംഭവം? ഒരു ഊഹം കിട്ടിയോ? ഇപ്പൊ മനസ്സിലായി എന്താ സംഭവം. പറയണ മുമ്പ് ആൾക്കാർ കമന്റ് ചെയ്തോളൂ ഇതെന്താ സംഭവം എന്ന്. ഇവർക്ക് മനസ്സിലായി, ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി എന്താ. ഇപ്പൊ ഏകദേശം മനസ്സിലായി. അതൊരു ചെയറാണത്, ചെയർ. അപ്പൊ നമുക്ക് ഇല്യൂഷൻ ആണ് തോന്നുന്നത് അല്ലേ? ചെയറിന്റെ മേളിൽ കയറി നമ്മൾ ഇരിക്കുന്നതായിട്ട് കണ്ട. അതായത് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചുമ്മാ എന്തൊക്കെയോ പെറുക്കി വെച്ചേക്കുന്ന പോലെ, പക്ഷെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അത് ചെയറായിട്ട് വരുന്നു. കുത്തിയിരിക്കണം ഒരു സ്റ്റൈല് രസമായിരുന്നു അല്ലേ? അതെ അതെ, ഓക്കെ. അതെ, അടുത്ത ഇല്യൂഷനാണ്. നമ്മൾ അങ്ങേയറ്റത്തുള്ള ചെറിയ ആളും ഇങ്ങേയറ്റത്തുള്ള ആള് വലിയ ആളായിട്ട് തോന്നുന്നത്. ഇതാണ് അടുത്ത ഇല്യൂഷൻസ്. അതെ, നീ ഇപ്പൊ വലിയ ആളായാലും അയ്യോ എന്നെ കുഞ്ഞിതാക്കി. ഇപ്പൊ നമ്മൾ കണ്ട റൂമിന്റെ പേരാണ് അമെക്സ് റൂം. ഇനി നമുക്ക് അടുത്ത ഇല്യൂഷനിലേക്ക് പോകാം. എല്ലാം ഓരോന്ന് വായിച്ച് നോക്കിയിട്ട് അടുത്ത് ഓരോരോ ഇല്യൂഷനിലേക്ക് പോകുക കേട്ടോ, ഏറ്റവും നല്ലത്. അതെ, ഇത് അടുത്ത ഇല്യൂഷൻ വന്നു. നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യാനുള്ള ഗൂഢ ലക്ഷ്യമാണിത്. അതെ,
നമുക്ക് നന്നായിട്ട് കറങ്ങുന്ന ഫീൽ ചെയ്യില്ലേ, നമുക്ക് ഒരുമാതിരി കുഴിയിലോട്ട് പോകുന്നൊരു ഫീല്. അതെ, ഇതിലേക്ക് നോക്കിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാനായിട്ട് ആ ലേഡി സ്റ്റാഫ് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഒരു ഇല്യൂഷൻ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് ഇതിലേക്ക് അത്ര ഇതായിട്ട് നോക്കിയില്ല, അതിന് തൊട്ടിപ്പുറം ഇരിക്കുന്നതും നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു നോക്കിയത് അല്ലേ. അതെ കയ്യിലേക്ക് നോക്കാനാ പറഞ്ഞത്. ഉം. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഫീൽ ചെയ്തോ? ഇതൊരുമാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ട് നോക്കുമ്പോൾ മറ്റേ ഇതാവുന്നുണ്ട്, ഒരു ഇത് തന്നെ നോക്കിയേ, ഒരുമാതിരി ആ സംഭവം അകന്ന് വരുന്നൊരു ഫീൽ ഉണ്ട്. ഇത് പക്ഷേ ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇതിൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് 30 സെക്കൻഡ്സ് എങ്ങാണ്ട് നോക്കിയിരുന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് നോക്കാനാണ് പറയണത്. അപ്പോൾ അതിനെന്തോ ഒരു ചെറിയ വ്യത്യാസം തോന്നുന്നു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതെ അതെ. ഇനി എന്താ മൊയർ പാറ്റേൺസ്. ആ പാറ്റേണുകളുടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ പാറ്റേൺ വ്യത്യാസം വരുന്നു, കണ്ടില്ലേ? അതെ അതെ അതെ. നമ്മൾ പണ്ട് ഓർക്കുന്നുണ്ടോ, ഈ 3 കണ്ണാടി ചില്ലുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് വളപ്പൊട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞു വരുന്നത് നീ ഓർക്കുന്നുണ്ടോ? കുഞ്ഞിലെ ചെയ്തതൊക്കെ അതേപോലെ പാറ്റേൺ അല്ലേ വന്നേ, നോക്കിക്കേ. ഇത് പല പല പാറ്റേൺസ് വരുന്നുണ്ട്. അത് ഒരു ഇലൂഷൻ അല്ലേ, നമുക്ക് തോന്നുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അടുത്ത ഇലൂഷൻ, ഇതേ ഇവിടെ ഒരു പിരമിഡ് നിൽക്കുന്നു അല്ലേ, എയറിൽ ഫ്ലോട്ട് ആയിട്ട്. അതെ, കണ്ട കറക്റ്റ് ഒരു പിരമിഡ് ഷേപ്പ് അല്ലേ, നോക്കിയൊക്കെ എയറിൽ ഫ്ലോട്ട് ആയിട്ട്. അതാണ് ഇവിടുത്തെ ഒരു ഇലൂഷൻ. കൂടാതെ ഇതിലൊരു അത്ഭുതം വരുന്നുണ്ട്, കണ്ട സ്ക്വയറായി, ക്യൂബ് പോലെയായി അല്ലേ. കണ്ട ഈ സൈഡ് വന്നു കഴിഞ്ഞപ്പോ പിരമിഡ് ക്യൂബായി. അത്ഭുതം അത്ഭുതം. മാൻഡ്രേക്കിന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത് നമ്മൾ കളർ റൂമിലേക്കാണ് പോകുന്നത്. എല്ലാത്തിനെ പറ്റി നല്ല വിശദമായിട്ട് അതിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ വായിച്ചിട്ട് വേണം നമ്മൾ ഓരോ സൈഡിലേക്ക് പോകാൻ. എന്നാൽ അപ്പം നമുക്ക് കുറേ കൂടെ നല്ല ഫീലിംഗ് തോന്നും. കണ്ട കളർ റൂം, നിന്റെ നിഴല് വരുന്ന കണ്ട മഞ്ഞ ചുവപ്പല്ലേ, അത് പിങ്ക് ആണല്ലേ, പിങ്ക് നീല. ആഹാ, നമ്മൾ ഒരിടത്ത് നിന്ന് ഇങ്ങനെ കാണിച്ച 3 രീതിയിൽ നമ്മുടെ 3 കളറിലുള്ള ഇത് വരും, എന്താ നിഴല് വരും. ഇനി സോപ്പ് ന്യൂസ്. ഇതൊരു അടിപൊളിയായിരുന്നു അല്ലേ. നോക്കിക്കേ, 2 സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ അപ്പൊ എന്റെ കുറച്ച് ഭാഗങ്ങള് നിന്റെ കുറച്ച് ഭാഗങ്ങള് ആ മിറർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഒരു പ്രത്യേക മനുഷ്യനെ ഉണ്ടാക്കി അല്ലെ, വേറൊരാളെ ഉണ്ടാക്കി. നോക്കിക്കടാ, കട താഴെ വന്നപ്പോ വേറെ എടുത്ത് ഒരു പ്രത്യേക മനുഷ്യനെ ഉണ്ടാക്കി അല്ലെ, വേറെ ആളെ. നമ്മൾ രണ്ടുപേരുടെയും കൂടെ സംയോജിപ്പിച്ചുള്ള ഒരു മനുഷ്യൻ, രണ്ടുപേരെയും കൂടെ സംയോജിപ്പിച്ച് ഒരു മനുഷ്യനുണ്ടാക്കും, ഒരു ഫേസ് ഉണ്ടാക്കും. നോക്കടാ, നിന്നെ ഞാൻ തള്ളിയിടൂടാ, ഞാൻ തള്ളിയിടും നിന്നെ. ഇട്ടിട്ട് തൂക്കി പിടിച്ചേക്കുന്നു. കൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ താഴെ വീണ് അതിന്റെ 2ാം നിലയുടെ മുകളിൽ നിന്ന് 2ാം നില ഞാനിപ്പോ ചേട്ടനെ തള്ളിയിട്ട്. അയ്യേ, എന്നെയാണോ തള്ളിയിടുന്നത്? വിടലടാ, എന്നെ പിടിക്കടാ, എന്നെ പിടിക്കടാ, ഞാൻ തള്ളിയിടും. യെസ്, മാജിക് പ്രിസം. കണ്ട, ഉള്ളിൽ വരുമ്പോ ഒരു പ്രിസം പോലെ. അതിന്റെ പ്രത്യേകത എന്താന്ന് ഓർക്കുന്നുണ്ടോ നീ? ഓർക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ദൂരത്തേക്ക് പോകുമ്പോ ഓരോരോ പാറ്റേൺ ആയിട്ട് വരും. കണ്ട, ഓരോരോ പാറ്റേൺസ് ആയിട്ട്. കണ്ട, ഓരോരോ പാറ്റേൺസ് ആയിട്ട് നമ്മളിങ്ങനെ അടുത്തേക്ക് വരുമ്പോ പ്രിസം നന്നായിട്ട് കാണാം. കണ്ട, ആ പാറ്റേൺസും വ്യത്യാസമായിട്ട് കണ്ട ഓരോരോ ഇതായിട്ട് കാണാൻ പറ്റും. അത്ര എഫക്റ്റീവ് ഒന്നും അല്ല, പക്ഷെ എന്നാലും രസം അല്ലേ, രസമുണ്ട് കാണാനായിട്ട്. ഇനി അടുത്ത ഇലൂഷനിലേക്ക് പോകാം നമുക്ക്. മാജിക് പ്രിസൺ കണ്ടു കഴിഞ്ഞു, പോരട്ടെ. അടുത്തത് മുല്ലർ അയ്യർ ഇലൂഷൻസ്, അങ്ങനെയല്ലേ പറഞ്ഞേ? ഓക്കെ. ഇത് നീ ഓർക്കണ്ടോ? ഇതില് ഈ വരയില്, ആ നീല കളർ വരയില് ഏറ്റവും വലുതും ചെറുതും ഏതാണെന്നറിയാമോ? രണ്ടും സെയിം ആണ്. പക്ഷെ നമ്മൾ ആ ഉള്ളിലേക്ക് വരച്ചേക്കണ കാണുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഇലൂഷൻ ഉണ്ടാവും അത് ചെറുതാണെന്ന് അല്ലേ? അതെ, അതാണ് അതിന്റെ പ്രത്യേകത. ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്ത ഇലൂഷൻ നമുക്ക് ഇതെന്താന്ന് എനിക്ക് മനസ്സിലായോടാ? ഇല്ല, എന്താ? ഇതാണ് ഡോട്ടഡ് സർഫസ്. എന്തോ മൂവ് ചെയ്യുന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ അതിലതൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ക്യാമറയിൽ നമുക്ക് നോക്കുമ്പോൾ അത് അത്ര എഫക്റ്റീവായിട്ട് തോന്നൂല അല്ലേ? നേരിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ചെറിയത്, ഫോണിൽ നമുക്ക് അത് എഫക്റ്റീവായിട്ട് കിട്ടത്തില്ല. അതെ, പക്ഷെ ചിലതൊന്നും നമുക്ക് അങ്ങനെ ക്ലിക്ക് ആകൂല, ചില കുറേ നേരം എടുക്കും. യെസ്, അതും ഒരു ഇലൂഷനാണ്. ഈ ഇലൂഷൻസ് എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ മ്യൂസിയം ഓഫ് ഇലൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത് ഏതാണെന്ന് മനസ്സിലായില്ല, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. വലുത് അയ്യോ, എന്റെ തല വെട്ടി വെച്ചേക്കണോ? നിന്റെ തല വെട്ടി വെച്ചേക്കുവാണല്ലോ.
എന്റെ തല വെട്ടി വെച്ചാണ് ചേട്ടൻ. എന്റെ തല വെട്ടി വിറ്റല്ലേ. അയ്യോ, എന്ത് പറ്റിയടാ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഓഹോ, ചേട്ടൻ 4 പേരെ വിളിച്ചിരുത്തിയാണ് ചീട്ട് കളിക്കണം. 5 പേരെ. നിന്റെ തല വെട്ടി വെച്ചില്ലേ, അപ്പൊ ഞാൻ 4 പേരെ വിളിച്ച് ഞാൻ സ്വയം തന്നെ 4 പിളർന്ന് ചീട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടുമ്പോ എന്താ തോന്നുന്നത്? നമുക്ക് ഒരു ഇതിൽ കൂടെ കയറി അപ്പുറത്തോടെ ഇറങ്ങുന്ന ഫീൽ അല്ലേ? പക്ഷെ ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് അപ്പുറത്തേക്ക് പോകുന്നതായിട്ടൊരു ഫീലിംഗ് ഇല്ലേ? പക്ഷെ ആകെപ്പാടെ ഒരു ഗ്ലാസ് ഇതേ ഉള്ളൂ. ആ ഒരു ഗ്ലാസും അതിന്റെ ഇതും കൂടെ വെച്ചിട്ടാണ്. പിന്നെ ഈ പിക്ചർ കണ്ട, നമുക്ക് 2 സൈഡിലേക്ക് നോക്കി ഒരാളുടെ ഫേസ് തന്നെ കാണാം. ഫേസ് തന്നെ കണ്ട, ഒരെണ്ണം ഫ്രണ്ടിലേക്കുള്ള ഫേസ്, ഒരാൾ സൈഡിലേക്ക് നോക്കുന്നു, ഒരാൾ നേരെ നോക്കുന്നത്, ഒരാൾ സൈഡിലോട്ട് സൈഡിലേക്ക് നോക്കുന്നതായിട്ടൊരു ഫീലിംഗ് അല്ലേ? അതെ, കൊള്ളാം. ഇനി ഇത് എന്തായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്? 3-4 പേര് കാണും. കണ്ട, നിന്റെ മുഖം തന്നെ 3 എണ്ണം. ആഹാ, എന്തൊക്കെ ഭാവവ്യത്യാസങ്ങളാണ്. ഇനി ഈ ഇലൂഷൻ കണ്ടില്ലേ, കളർ വ്യത്യാസമാകുന്നു. ഇത് നമ്മൾ പണ്ട് ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ കിട്ടുമ്പോ കാണുന്ന ഇലൂഷനാ. അതെ ഇല്ലേ? ഓരോന്നിനകത്ത് ഓരോ ആൾക്കാരുണ്ട്. സ്കെയിലിന്റെ ഇതിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? പണ്ടത്തെ സ്കെയിൽ ഓർക്കുന്നുണ്ട്. അതേപോലെ അത് നോക്കിക്കേ, അവിടെ കുറച്ച് ഇലൂഷൻസ് ഉണ്ട്. നമ്മൾ സൈഡിലേക്കൊക്കെ തിരിയുമ്പോ അതിങ്ങനെ ഒരു ഫീലിംഗ് വ്യത്യാസം വരുന്നുണ്ട് അതിലൊക്കെ. നേരെ നോക്കുമ്പോ ഒന്നും കാണാം. ഇനി സിലിണ്ടർ കാണാം. എന്താ അംബിഗസ് സിലിണ്ടർ അല്ലേ? നോക്കണം. ഓരോ സൈഡിലേക്ക് തിരിക്കുമ്പോ അതിന്റെ ഷേപ്പ് മാറും അല്ലെ? റൗണ്ട് വരുന്നു, സ്ക്വയർ വരുന്നു. ആ കണ്ണാടിയിലേക്ക് നോക്കിയാൽ മനസ്സിലാകും അല്ലെ? ഇത് ഇപ്പൊ റൗണ്ട് ആയി അല്ലേ? പക്ഷെ സെയിം സാധനം തന്നെയാ. അത് ആ തിരിക്കുന്ന അനുസരിച്ച് ഷേപ്പ് വേണം. സ്ക്വയർ പോലെ വരുന്നു, അല്ല റൗണ്ട് വരുന്നു. രണ്ടും എല്ലാം മാറുന്നുണ്ട്. ഇവിടെ അവിടത്തെ മാറും. അതെ, അതാ പറഞ്ഞ. ഇത് ഒറിജിനല്, മറ്റേത് കണ്ണാടിയുടെ റിഫ്ലക്ഷൻ. അപ്പൊ റിഫ്ലക്ഷനില് നമുക്ക് മാറും. ഒറിജിനലി വേറൊന്നും, റിഫ്ലക്ഷനിൽ വേറൊന്നും കാണിക്കും. അതെ. ഇനി കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോ പിള്ളേർക്കൊക്കെ ഭയങ്കര എൻകറേജിങ് ആയിരിക്കും അല്ലെ? അതെ, ഒരിക്കലും നമുക്ക് നമ്മളെ ചെറിയ പിള്ളേർ കളിക്കുന്നത് അല്ല. ആ സംഭവം നമുക്ക് കളിക്കുന്നതല്ല, നമുക്കത് ഒരിക്കലും സെറ്റാക്കാനും വിടിയിക്കാനും ചിലപ്പോൾ പാടായിട്ട് വരും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോ അടുത്ത ഇലൂഷൻ റൂം, നമ്മള് അടുത്ത ഇലൂഷൻ റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. ആഹാ, എത്ര പേരാണെന്ന് നോക്കിക്കേ. ഒരുപാട് പേര്. ഇത് നമ്മൾ ആ മറ്റേ സിനിമയിൽ, ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്നില്ലടാ, എല്ലാരെയും പോയി ഹഗ് ചെയ്യണ. നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞ സിനിമയില് ചില്ലിന്റെ ഒക്കെ ഒരു ഇലൂഷൻസ് കാണുന്നില്ലേ? ആ സിനിമയിൽ കാണുന്നില്ല അല്ലേ? ഇനി അടുത്ത ഇലൂഷൻസ്, നമ്മൾ ചില്ല് കൊട്ടാരത്തിൽ നിന്ന് താഴെ ഇറങ്ങി മൂവ് ടു സീറ്റ് മൂവിങ്. അപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പം തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അതാണ് ഇവിടത്തെ ഇലൂഷൻ അല്ലെ? കണ്ട, അതേ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മള് ക്യാമറയിൽ പിടിച്ചതാണെങ്കിൽ പോലും അതിൽ മൂവ് ചെയ്യുന്നുണ്ടല്ലേ? കറക്റ്റ് അറിയാം. അത് കൊള്ളാലോ. എന്ത് ഭരതനാട്യാണോ? നല്ല കുച്ചിപ്പുടിയാണല്ലേ? നർത്തകനാണല്ലോ. ഇത് നമ്മള് മറ്റേ ക്ലാസ് 3 സ്കെയിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇരുന്ന പോലെ നമുക്ക് തോന്നും. ഗൈസ്, നമ്മളങ്ങനെ മ്യൂസിയം ഇലൂഷൻസ് എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് ആ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ കുറേ സാധനങ്ങൾ മേടിക്കാനൊക്കെ തന്നെ, കുറേ സോവനിയർ, കുറേ ഗെയിംസ് ഐറ്റംസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായും ഒരു എൻ്റർടൈനിങ് ആയിരിക്കും. മുതിർന്നവർക്കും ഒരു രസമുള്ള ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട്. ഒരു ദിവസം വേണ്ടല്ലേ? ഇല്ല, ഒരു 2 എന്നാലും ഒരു 2-3 മണിക്കൂർ നമുക്ക് വളരെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡൽഹി പോകുമ്പോൾ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത്. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ. അതെ, ഗുഡ് ബൈ.